ഞാനിന്നിവിടെ ഉലുവയില വെച്ചിട്ട് ഒരു കറിയുടെ റെസിപ്പിയാണ് ഇടുന്നത്. നന്നായി കഴുകിയെടുത്ത ഉലുവ നമ്മൾ ചീര അരിയുന്നത് പോലെ ചെറുതായിട്ട് അരിഞ്ഞു മാറ്റി വയ്ക്കുക. ഇതിലേക്ക് ഇടാൻ വേണ്ടി 3 വലിയ ഉരുളക്കിഴങ്ങ് എടുത്ത് ചെറുതായി മുറിച്ച് മാറ്റി വയ്ക്കുക. പിന്നെ 2 സവാള, 1 തക്കാളിക്ക, 4 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ അരിഞ്ഞു മാറ്റി വയ്ക്കുക. ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചൂടാകുമ്പോൾ 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് ജീരകം 1 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് മൂത്ത് വരാനും നല്ല സ്മെല്ലും ടേസ്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1/2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഉള്ളി ചെറുതായി ചുവന്ന് വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ഇട്ട് കൊടുക്കാം. ഇത് 2 സെക്കൻഡ് ഒന്ന് മുപ്പിച്ച് ഇതിലേക്ക് അടുത്ത തക്കാളിക്ക ഇട്ട് കൊടുക്കാം. തക്കാളിക്ക ഒന്ന് ചെറുതായി വെന്തൊരു സോഫ്റ്റ് ആകുമ്പോൾ അതിലേക്ക് നമുക്ക് അടുത്ത് നമ്മുടെ മസാല ഇട്ട് കൊടുക്കാം. മസാല എന്ന് പറഞ്ഞാൽ അധികം മസാലകളൊന്നുമില്ല. 1 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ടേ ഉള്ളൂ. ഇത് നന്നായി മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങിന് ഇലയെക്കാട്ടി വേവുള്ളതുകൊണ്ട് ഇത് നമുക്ക് അതിന് കുറച്ച് 3/4 ഭാഗം ഒന്ന് വേവിക്കണം. ഇതിലേക്ക് നമുക്ക് നന്നായി മസാലയായിട്ട് മിക്സ് ചെയ്ത് വെച്ച് ഇതിലേക്ക് ആവശ്യത്തിന് വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് അടച്ച് വെച്ച് നമുക്ക് ഒന്ന് വേവിക്കാം. അപ്പോൾ നമ്മളുടെ ഉരുളക്കിഴങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഉലുവയില ഇട്ട് കൊടുക്കാം. ഉലുവയില ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. ഈ ഉലുവയുടെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹനത്തിനും എല്ലിൻ്റെ ബലത്തിനും അതുപോലെ ആൻറ്റി ഓക്സൈഡ്, അയൺ, കാൽസ്യം, ഫൈബർ എല്ലാം ധാരാളം അടങ്ങിയിട്ടുള്ള ഒരു ഇലയാണ്. ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിയുടെ കൂടെ എല്ലാം ഉപയോഗിക്കാൻ പറ്റിയതാണ്.